ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വലിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ലേറ്റായിട്ടാണ് എണീറ്റിട്ടുള്ളത്. 7:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ എപ്പോഴും ഇത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് പുറത്തേക്ക് നോക്കും കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, എനിക്ക് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ എനിക്കൊരു സന്തോഷമൊക്കെ വരും. അങ്ങനെ കുറച്ച് നേരം അവിടെ പുറത്തേക്ക് നോക്കിക്കും. ഡോറ് ഞാൻ തുറക്കൂല കേട്ടോ, ഭയങ്കര തണുപ്പാണ്. അപ്പം ഡോറ് തുറക്കില്ല. തുറക്കാണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിൽക്കും. അതിനുശേഷം എൻ്റെ കൃഷ്ണനൊക്കെ ഒന്ന് നോക്കും. അതിനുശേഷം ഞാൻ അകമൊക്കെ അടിച്ച് വാരും, പിന്നെ പല്ലൊക്കെ തേക്കും കേട്ടോ. അതിനുശേഷം ചായ പടിയിലേക്ക് പോകും. ഇവളിന്ന് എൻ്റെ കൂടെ തന്നെ എണീറ്റിട്ട് അവളെടുത്ത് പോയിട്ട് കിടക്കാത്തതിനെ കൊണ്ടിട്ടുള്ള ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് മിണ്ടാണ്ടൊക്കെ ഇരിക്കുന്നതാണ്. ഏട്ടൻ കുറേ വിളിച്ചു, നെച്ചോ അങ്ങോട്ടേക്ക് പോവാ, പപ്പേൻ്റെ അടുത്ത് കിടന്നോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ അവൾ പോവാനേ തയ്യാറായില്ല. അങ്ങനെ കുറച്ച് നേരം അവളുടെ അടുത്തൊക്കെ നോക്കി നിന്ന് അവളെൻ്റെ അടുത്ത് മിണ്ടാണ്ടിരിക്കുന്നേ. പിന്നെ ഇന്ന് ചായക്ക് സേമിയൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ കൂടെ ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊക്കെ ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ സേമിയൻ്റെ ഉപ്പുമാവ് ഇവിടെ വന്നിട്ടാട്ടോ കഴിച്ചത്. നാട്ടിലായിരുന്നപ്പം സേമിയൻ്റെ പായസം കഴിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഉപ്പുമാവൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പുറത്തെ വീട്ടിലുള്ളവർ ഉണ്ടാക്കിയിട്ട് എനിക്കൊരു ദിവസം കൊണ്ടുതന്നു. അതിന് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്നപ്പോൾ പിന്നെ സ്ഥിരം തന്നെയായി. സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു 2 പാക്കറ്റ് ഇത് വാങ്ങും. അതിൻ്റെ ഇടയ്ക്ക് വൈകുന്നേരമായിരിക്കും, രാവിലെ അങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷെ ഇന്ന് വിചാരിച്ച് സമയം വൈകിയല്ലോ, പിന്നെ വേറൊന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉള്ളിയും ഒരു തക്കാളിയും കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാട്ടിട്ടോ മുറിച്ചിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കും. കടുക് പൊട്ടിച്ചിട്ട് ഉഴുന്നുണ്ടെങ്കിൽ ഉഴുന്നും കൂടെ ഇടും. അപ്പം ഉഴുന്നും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഇതിട്ടിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കും. നന്നായിട്ട് വാടി വരുമ്പം അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പിടും, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും, കുറച്ച് മുളക് പൊടി ഇടും, പിന്നെ ഒരു മുട്ടയും പൊട്ടിച്ച് പറഞ്ഞിട്ട് മുട്ട വറവാക്കൂലേ അതേപോലെ നന്നായിട്ടൊന്ന് ഇതാക്കും കേട്ടോ. പിന്നെ ഈ ഒരു സേമിയ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ അടുപ്പിൽ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കും. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സേമിയ തമ്മിൽ ഒട്ടിപ്പോകത്തില്ല, അല്ലെങ്കിൽ ഒരുമാതിരി പായസം പോലെ ഇപ്പം. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പോകത്തില്ല. പിന്നെ അതിൻ്റെ അത് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോള് കഴിക്കുന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ അതിലൊരു സംഭവം കിട്ടണ്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പം കടുക് പൊട്ടിക്കണം. ഇന്ന് ഡിസംബർ 31 നാളെ പുതിയൊരു വർഷം തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ പുതിയൊരു വർഷം തുടങ്ങുന്നതിനെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ്റെ അടുത്ത് ഇന്ന് രാത്രി പോയിട്ടൊരു ഡയറി വാങ്ങിച്ചിരണേ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുണ്ട്, എഴുതി വെച്ചിട്ട് അതൊക്കെ ഒന്ന് നേടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. ഇവിടെ എൻ്റെ അടുത്ത് നിൽക്കാണ്ട് നേരെ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ പിണങ്ങിയിരിക്കുകയാണ്. അവിടെയുള്ള ഷീറ്റൊക്കെ എടുത്ത് നിലത്തിട്ടിട്ട്. അങ്ങനെ ഇതാ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് ഉള്ളിയും അതേപോലെ തന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട്. നാളെ തൊട്ട് ഞാൻ ഒരു 4 മണിക്ക് എണീറ്റ് കുളിച്ച് ബ്രഹ്മമുഹൂർത്ത വിളക്കൊക്കെ വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ തണുപ്പ് എന്നെ കൊണ്ട് അത് സാധിപ്പിക്കുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കും. ജനുവരി ഏട്ടൻ കുറേ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന് നേരത്തെ എണീറ്റൂടേന്ന്. അപ്പം ഞാൻ പറയും ജനുവരി 1-ാം തീയതി ആവട്ടെ, 1-ാം തീയതി തൊട്ട് ഞാൻ ഉറപ്പായിട്ട് നേരത്തെ എണീക്കും. അതേപോലെ തന്നെ ഞാൻ കുറേ മുന്നൊക്കെ സൂംബ കളിക്കലുണ്ട്. ഇങ്ങനെ ഒന്ന് തൈറോയ്ഡൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ മെഡിസിൻ മാത്രം എടുത്താൽ പോരാ, എന്തെങ്കിലുമൊക്കെ എക്സസൈസൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഏട്ടെങ്കിൽ എന്നോട് പറയും സൂംബ കളിച്ചോ, അത് കളിച്ചാൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു ജനുവരി 1 ആവട്ടെ, ജനുവരി 1 തൊട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കുന്നു. അപ്പോൾ നാളെ തൊട്ട് അത് തുടങ്ങണം. പിന്നെ എനിക്കൊരു 3-4 കാര്യം ഒന്ന് ആഗ്രഹമുണ്ട്, നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ എവിടെയോ യൂട്യൂബ് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ എഴുതി വെച്ചിട്ട് നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഓരോന്നോരോന്ന് നമ്മൾ കുറച്ച് ശ്രമിക്കുകയും കൂടി ചെയ്താൽ നടത്തിയെടുക്കാൻ പറ്റുമെന്നൊക്കെ. അഫർമേഷൻ അങ്ങനെ എന്തോ സംഭവം. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എഴുതിയൊക്കെ കുറേയൊന്നുമില്ല, ഒരു 3-5 ആഗ്രഹങ്ങളേ ഉള്ളൂ. പക്ഷേ അത് കുറച്ച് വലുതാണ്, അതിന് കുറച്ച് കഷ്ടപ്പെടുകയും വേണം. എന്നാലും ശ്രമിച്ച് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതെൻ്റെ സേമിയ ഉപ്പുമാവായിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ, ഏട്ടന് ഒരു മുട്ട പുഴുങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സേമിയ ഉപ്പുമാവ് അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ചായയൊക്കെ കുടിച്ച് അതിന് ശേഷം ഞാൻ അവൾക്കൊന്ന് ബ്രഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏട്ടനതാ ഡ്യൂട്ടിക്ക് പോകുന്ന കേട്ടോ. ഇനി എനിക്ക് ചോറ് വെക്കണം. ഏട്ടന് ഇന്ന് നേരത്തെ ബസ് പോകും, 11:30 ബസ് പോകും. അതുകൊണ്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്ക് ചോറും കറിയൊക്കെ ആക്കണം. ഞാൻ വേഗം വേസ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ അയാൾ എന്നെ വിളിക്കാണ്ട് വേസ്റ്റ് എടുക്കാണ്ട് പോയിക്കാൾ. അങ്ങനെ ഞാൻ വേസ്റ്റൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൾക്ക് മുഖമൊക്കെ കഴുകിച്ച് കൊടുത്ത് കഴിക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇന്ന് ഉച്ചയ്ക്കത്തെ പരിപാടിയിലേക്ക് പോകണം. ആദ്യം തന്നെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരി ഒന്ന് തിളച്ചിട്ട് അരി ഇട്ട് കൊടുക്കണം. ഇന്ന് കറി വെക്കാൻ വിചാരിച്ചത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ച കർമൂസ കറി വെക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേങ്കിൽ കർമൂസ എന്നെ പറ്റിച്ച്. കർമൂസ പഴുത്ത് പോയി. കറി വെക്കാനും കൊള്ളത്തില്ല, ഉപ്പേരി വെക്കാനും കൊള്ളത്തില്ല, ഒന്നും വെക്കാൻ പറ്റത്തില്ല, മധുരമൊക്കെ വന്നുപോയി. അപ്പോൾ പിന്നെ ചിന്ത, ഈശ്വരൻ എന്താ കറി വെക്കാന്ന്. അങ്ങനെ അന്നത്തെ കുറച്ച് മറ്റേ ഉലുവേൻ്റെ ഇല ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ മുരിങ്ങാക്കായി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു കറി വെക്കാലോ എന്ന് അങ്ങനെ ഒന്ന് ചിന്തിച്ചൊരു കറി ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ അതായത് പഴുത്ത് പോയിട്ടുണ്ട് കേട്ടോ. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് പഴുത്ത കർമൂസ. എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഏട്ടന് കൊടുക്കണം. പിന്നെ ക്യാരറ്റിൻ്റെ ഉപ്പേരിയും അതേപോലെ തന്നെ ഈ ഒരു ഇലയും നമ്മുടെ മുരിങ്ങക്കായൊക്കെ വെച്ചിട്ടുള്ളൊരു കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഗ്ലാസ് ഇവിടെ നവമീൻ്റെ സമയത്ത് കന്യാപൂജ ഉണ്ടാവും ഓരോരോ വീട്ടിൽ. അപ്പം പെൺകുട്ടികളുള്ള ചെറിയ പെൺകുട്ടികളുടെ വീട്ടിൽ വന്നിട്ട് കുട്ടികളെ വിളിക്കും ഈ ഒരു പൂജയ്ക്ക് വരണേന്ന് പറഞ്ഞ്. അപ്പം തിരിച്ചു വരുമ്പം പൈസയും അതേപോലെ തന്നെ ഫ്രൂട്ട്സ്, ഇങ്ങനത്തെ എന്തെങ്കിലും ഗ്ലാസ്, ഹെയർ ബാൻഡ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഫാൻസി ഐറ്റംസ് ഒക്കെ അതിലുണ്ടാവും കേട്ടോ. അങ്ങനെ കിട്ടിയ ഗ്ലാസ്സാണത്. താഴത്തെ ഒരു വീട്ടിൽ പോയത്. ഒരു ദിവസം 5-6 കന്യാപൂജയ്ക്കൊക്കെ അവൾ പോയിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിലെ കുട്ടികളെ കൂടെ അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ഗ്ലാസ് ആയിട്ടോ അത്. അപ്പം ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഇലയൊന്ന് നുള്ളിയിടണം. മുഴുവനൊന്നും എടുക്കൂല. ഏട്ടന് കറിയിൽ ഭയങ്കരമായിട്ട് ഈ ഒരു ഇല ഇട്ട ചമ്മി പോലെ ഉണ്ടാവില്ലേ. അപ്പോൾ ഏട്ടൻ പറയും ഇത് അധികം ഇടണ്ട, കുറച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കഴുകിയിട്ട് കുറച്ച് ഇങ്ങനെ ഇടാം, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ എടുക്കാമെന്ന്. ഇനി അധികം ദിവസത്തേക്കൊന്നും ഇത് വെക്കാൻ പറ്റില്ല. വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇനിയിപ്പോൾ ഒരു ദിവസം നാളെ ഇപ്പം എന്തായാലും ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് നുള്ളിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മുരിങ്ങാക്കായും തക്കാളിയും പരിപ്പും കൂടെ കറി വെച്ചിട്ട് അത് തിളച്ച് വരുമ്പം ഈ ഒരു ഇലയും കൂടെ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇങ്ങനെ ഞാൻ മുമ്പ് കറി വെച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് എടുത്തിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ മുരിങ്ങാക്കായും പിന്നെ ഒരു കഷ്ണം തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു തക്കാളി മുഴുവനായിട്ട് ഇട്ടിട്ടില്ല, കഷ്ണം തക്കാളി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് 1-2 വിസിൽ മതി. 1-2 വിസിൽ വരുമ്പോഴേക്ക് ബാക്കി പരിപാടിയൊക്കെ നോക്കണം. അപ്പം എൻ്റെ ആഗ്രഹം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരാഗ്രഹം പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് എനിക്കൊരു ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇപ്പം ഗവൺമെൻറ് ജോലി തന്നെ വേണമെന്നില്ല കേട്ടോ. ഞാൻ ഒത്തിരി ഈ കൊറോണ ടൈമിലൊക്കെ ഇല്ലേ, ഞാൻ ഒത്തിരി PSCക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലിസ്റ്റിലും വന്നിട്ടുണ്ടായിരുന്നു. PSC ഓഫീസിൽ പോയിട്ട് സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ കൊടുത്ത് ഒക്കെ ചെയ്തത്. അവിടെ നിന്ന് PSC കോഴിക്കോട് PSC ഓഫീസിലൊക്കെ പോയി സിവിൽ സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. പക്ഷേങ്കിൽ അതെനിക്ക് അപ്പോൾ ലിസ്റ്റിൽ ഭയങ്കര ബാക്കോട്ടാണ്. പക്ഷേ അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഏകദേശം ഞാൻ ഒക്കെ അങ്ങ് പഠിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. GK ഒക്കെ എനിക്ക് അത്യാവശ്യം അറിയായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം എല്ലാം മറന്നു. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ചോദ്യം കണ്ടാൽ ഒരു സംശയം, അതാണോ ഇതാണോ എന്നല്ല. ആ ടൈമിൽ അങ്ങനെ ഒരു സംശയമില്ലായിരുന്നു. അതുമാത്രമല്ല, എനിക്ക് റെയിൽവേ പോലീസും അതേപോലെ ഗ്രൂപ്പ് D 2 എക്സാമും ഞാൻ പാസ്സായിട്ട് അതിൻ്റെ ഫിസിക്കലിന് വേണ്ടിയിട്ട് ഞാൻ തെലങ്കാനയും പോയിട്ടുണ്ടായിരുന്നു, ചെന്നൈയിലും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫിസിക്കൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഓടി തോറ്റ് തൊപ്പിയിട്ട് വന്നത്. പക്ഷേ അച്ഛൻ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ എനിക്ക് ഇങ്ങനെ എക്സാമൊക്കെ ദൂരെയൊക്കെ കിട്ടുമ്പോൾ വേണേ അച്ഛൻ കൊണ്ടുപോകും. ഞാൻ അങ്ങനെ ഇനി പോവണ്ട അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകും അങ്ങനെയൊന്നും പറയൂല. ഈ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. പക്ഷേ എങ്കിൽ കൊറോണ വന്ന സമയത്തൊക്കെ പോയി. പിന്നെ ക്ലാസ് ഒന്നുമില്ലല്ലോ, അങ്ങനെ പോയി. പിന്നെ കല്യാണത്തിൻ്റെ സമയത്ത് തന്നെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാർട്ടേഴ്സിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ വന്ന് പിന്നെ അന്ന് നമ്മൾ പിന്നെ PSC ക്ലാസ്സിൽ പോകുമ്പം കമ്പൈൻ സ്റ്റഡി ഉണ്ടാവും. ഒരുപാട് പേര് ചേർന്നിരുന്നിട്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം കമ്പൈൻ സ്റ്റഡി നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേഗം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ടൈമിൽ ഞാൻ ഒരു ദിവസം ലീവായാൽ എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇങ്ങനെ ലീവ് എടുത്ത് കുത്തിരണം, ഇനി ആരാൻ്റെ അടുക്കളയിലായി പോട്ടോ അവസാനം. പക്ഷേ അയ്യോ, അവളെ കരുന്നാവാന്ന് എനിക്ക് തോന്നുന്നത് സത്യമായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഇപ്പോഴും അച്ഛൻ വിളിക്കുമ്പോൾ എന്നോട് പറയും, മോളെ ഇനി ഇങ്ങനെ ഇരിക്കല്ല, എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ നോക്ക്, പിന്നെ അച്ഛപ്പം കുറച്ച് വലുതായില്ലേ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു കൊല്ലം എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊന്ന് പഠിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഒരു ജോലി കിട്ടണം. ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയിട്ട്. അവന് മിലിറ്ററിയിൽ കിട്ടി, പിന്നെ എൻ്റെ കാര്യമായി. എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സാധാരണ ജോലിയുള്ള ഒരാളാണ്. ഒരാൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുമ്പം ഭയങ്കര ഒരു സങ്കടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു കൊല്ലം എന്തായാലും എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിച്ചെങ്കിലും ഒന്ന് നോക്കണം. ഒരുപാട് ബുക്കൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്.
പി എസ് സിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതും എനിക്ക് അച്ഛൻ വാങ്ങിച്ചു തന്നതായിട്ടൊക്കെയുള്ള കുറേ ബുക്കുണ്ട്. എൻ്റെ വീട്ടിൽ മൊത്തം എൻ്റെ ഒരു ബുക്ക് വലിയൊരു പെട്ടി നിറയെ എൻ്റെ ഒരു ബുക്കായിരിക്കും. പിന്നെ കുറേ ഞാൻ ഏട്ടൻ്റെ വീട്ടിലേക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു പച്ചടി വെക്കുന്നുണ്ട് കേട്ടോ. പച്ചടിക്ക് വേണ്ടിയിട്ട് അന്നത്തെ ഒരു വെള്ളരീൻ്റെ ബാക്കിയുണ്ടായിരുന്നു. അതിലൊരു ചെറിയ കഷ്ണം ഞാനെടുത്ത് ചെറിയൊരു കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു സവിയൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിവിടെ തൈരില്ലായിരുന്നേ. അപ്പുറത്തെ അമ്മ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ഞാനൊരു പാക്ക് തൈര് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തൈരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഉടമ്പണം ഇല്ലേ, എല്ലാവർക്കും അറിയുന്ന സംഭവിക്കും, മഴവിൽ മനോരമയിലുള്ളൊരു റിയാലിറ്റി ഷോ ആണ്. എനിക്കൊരിക്കൽ ഉടമ്പണത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിലിരുന്ന് കളിച്ചതാണ്. എന്നിട്ട് എനിക്ക് 17,500 രൂപ പ്രൈസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരുന്നു. 2021 മാർച്ച് 23-ാം തീയതിയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് 3 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് ടാക്സൊക്കെ കഴിച്ചിട്ടുള്ളൊരു എമൗണ്ട് നമുക്ക് കിട്ടുക. എനിക്ക് അന്നേരം 17,500 രൂപ എനിക്ക് പ്രൈസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ടാക്സൊക്കെ കഴിച്ചിട്ട് 12,700 സംതിങ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ 35,000 വരെ കളിച്ചിട്ടുണ്ടായിരുന്നേ. എൻ്റെ 35,000ത്തിൻ്റെ ആൻസർ ശരിയായിരുന്നു. അപ്പം ആ ഫ്ലോറിൽ വെച്ച് കളിക്കുന്ന ആ കുട്ടീൻ്റെ തെറ്റിപ്പോയി. അപ്പം കുറഞ്ഞ് വരുമല്ലോ, അങ്ങനെ 17,500 കിട്ടിയത്. അപ്പോൾ ആ കല്യാണം കഴിഞ്ഞ ടൈമിൽ കൊണ്ട് ഞാൻ ഭയങ്കര ഫേമസ് ആയിട്ട് എൻ്റെ നാട്ടിൽ ഉടമ്പണം കിട്ടിയതിനെ കൊണ്ട്. അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും ഇതിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ പച്ചടിക്ക് വേണ്ടിയിട്ട് കടുകൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇതാക്കുന്നുണ്ട്. പിന്നെന്താപ്പം ഇന്ന് ഞാൻ എന്തൊക്കെ കറി വെച്ചപ്പോൾ ഒരു പച്ചടിയും ഒരു ഉപ്പേരിയും നമ്മുടെ മുരിങ്ങാക്കായൻ്റെ കറി കേട്ടോ. അത്രയും മതി എന്ന് വിചാരിച്ച് വൈകുന്നേരമാണ് ഇപ്പോൾ ഏട്ടൻ വന്നാലേ എവിടെയെങ്കിലും പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഈ ഒരു 31-ാം തീയതി ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും കൂടെ, ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും കൂടെ ഇവിടെ ഒരു കോട്ട്ന ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം കുറേ രാത്രിയൊക്കെ തിരിച്ചു വരുന്നേരം. പക്ഷേ അന്ന് കഴിഞ്ഞ വർഷം ഞായറാഴ്ചയായിരുന്നു ന്യൂ ഇയർ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ അതിവർഷം അതിനെക്കൊണ്ട് 2 ദിവസം മുന്നോട്ടായി. ഞായറും തിങ്കൾ ചൊവ്വ ബുധനാഴ്ചയായി ന്യൂ ഇയർ. കഴിഞ്ഞ വർഷം അതൊരു ഞായറാഴ്ചയായിരുന്നു. കഴിഞ്ഞ വർഷം ഞായറാഴ്ചയായിരുന്നു, തിങ്കളാഴ്ചയായിരുന്നു ന്യൂ ഇയർ വന്നിട്ടുണ്ടായിരുന്നത്. ന്യൂ ഇയറിൻ്റെ ഡിസംബർ 31-ാം തീയതി ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഞായറാഴ്ച നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യം ഫെബ്രുവരി 29 ഉള്ളതിനെ കൊണ്ട് അതിവർഷമാണല്ലോ. അപ്പം അങ്ങനെ എന്തോ സംഭവം ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതൊന്നും ഒക്കെ നമുക്ക് PSCയിൽ മാത്സിൽ പഠിക്കാനുണ്ട്. അങ്ങനെ ക്യാരറ്റിൻ്റെ ഉപ്പേരി ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം പച്ചടിക്ക് വറവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും നമ്മുടെ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതൊന്ന് വറവ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ചോറിൻ്റെ പരിപാടി കഴിഞ്ഞ്. പിന്നെ അലക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് വിരിച്ചിടണം, തുടയ്ക്കണം, പിന്നെ അടുക്കളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അവൾക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം. ഞാൻ റാഗി ഉണ്ടായിരുന്നു, അമൃതം പൊടി കഴിഞ്ഞ് ഞാനിപ്പോൾ റാഗി കൊടുക്കണം. റാഗി കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് കുറച്ച് നെയ്യും കുറച്ച് ശർക്കരയും കൂടെ ഇട്ടിട്ട് അത് കൊടുക്കണം. പിന്നെ എനിക്ക് ആക്കും കുളിക്കണം. അതവിടെ പണി കഴിഞ്ഞ് ഏട്ടൻ വന്നിട്ട് ഇന്ന് ഡിമാർട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. പിന്നെ എവിടെയെങ്കിലും പോയിട്ട് ഇവിടെ അമ്പലത്തിൽ, അന്ന് ഞാൻ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടില്ലേനോ, അന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടില്ല. അമ്പലത്തിലെത്താൻ പോകണമെന്ന് വിചാരിക്കുന്നത്. അമ്മ ഉണ്ട്, സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ ഡെയിലി ചെയ്യും സൂര്യ നമസ്കാരം. എനിക്ക് കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടം. ഞാനിടയ്ക്ക് അലക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും മൂപ്പര് ചെയ്യുക. അപ്പം ഞാൻ അതിലൂടെ നോക്കി നിൽക്കും എന്തൊക്കെയാണ് ചെയ്യുന്നത്. കുറച്ച് തുളസീൻ്റെ ഇലയൊക്കെ പറിച്ചിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലതാണെന്ന് തോന്നുന്നു സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അലക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വിരിച്ചിടണം. അപ്പുറത്ത് നിന്നൊക്കെ ഇങ്ങനെ പട്ടം പറപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കൈറ്റ് ഫെസ്റ്റിവലൊക്കെ ആവാറായി എന്ന് തോന്നുന്നു. റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ പട്ടത്തിൻ്റെ നൂല് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഏട്ടന് ചോറ് കൊടുക്കാൻ പോകണം. ചോറ് കൊടുക്കാൻ പോയാൽ പിന്നെ അവളെ കൂടെ കുറച്ച് അവിടെ ഇരുന്നിട്ട് കുറച്ച് സമയം അവിടെ നിന്ന് കളിക്കണം. അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പം കുട്ടികളുടെ കൂടെയൊക്കെ ഇരുന്ന് കുറച്ച് സമയം കളിക്കും. അപ്പം ഞാൻ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറും പച്ചടിയും ഉപ്പേരിയും മാത്രമേ ഉള്ളൂ. പിന്നെ അത്ര മതിയായിട്ടിന്. പിന്നെ അവിടെ നിന്ന് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ എവിടെയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു നെല്ലിക്കയും കൂടെ വയ്ക്കുന്നുണ്ട് കേട്ടോ, ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പം നെല്ലിക്കേൻ്റെ ജ്യൂസ് കഴിക്കുകയില്ല. മൂപ്പര് പറയും രാവിലെ തന്നെ നെല്ലിക്കേൻ്റെ ജ്യൂസ് കുടിച്ചിട്ട് എനിക്ക് വയറ് വേദന വരുന്നുണ്ട്. നെല്ലിക്കേൻ്റെ ജ്യൂസ് രാവിലെ തന്നെ കഴിക്കില്ല, വൈകുന്നേരം ചിലപ്പോഴൊക്കെ കഴിക്കും. അപ്പോൾ ഞാൻ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, സെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ.
താഴോട്ടൊക്കെ പോകുമ്പോൾ നല്ലതാണ്. ഇപ്പോൾ എല്ലാവരും ഇട്ടിട്ടുണ്ട്. ഇന്നലെ എല്ലാവരും ഒന്ന് പെന്നെ നോക്കി നിൽക്കുന്നത്, എന്താ ഇവള് മാത്രം ഇടാത്തത്, ഇവൾക്ക് തണുപ്പൊന്നും ഇല്ലേ ഇത്. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അവൾക്ക് ക്യാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൾ അതിടാൻ കൂട്ടാക്കിയില്ല. ഇന്ന് ബസ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ബസ് ഉണ്ടാവില്ല. ബസ്സില്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റീൻ്റെ കയ്യിൽ കൊടുക്കുക ചെയ്യുന്നത്. ഇന്ന് ബസ് ഇപ്പോൾ ഇന്ന് നേരത്തെ പോവുമല്ലോ, അതുകൊണ്ട് ബസ്സൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇനിയിപ്പം ചോറ് കൊടുക്കണം. എന്നിട്ട് കുറച്ച് സമയം അവളോട് അവിടെ നിന്ന് കളിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ.